ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മുടെ KSEBയുടെ ബില്ല് നമ്മൾ നാട്ടിൽ നിന്ന് ഗൂഗിൾ പേ ഒക്കെ അടയ്ക്കാറുണ്ട്. എന്നാൽ വിദേശത്ത് നിന്ന് പേ ചെയ്യുമ്പോൾ ഓൺലൈൻ വഴി പേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെറും 1 മിനിറ്റിൽ നമുക്ക് ഈസിയായിട്ട് ഇത് പേ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് വെബ് ബ്രൗസറിൽ KSEB എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ കൊടുക്കുക. അപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് എന്ന പേരിലുള്ള ഒരു വെബ്സൈറ്റ് തൊട്ട് താഴെയായിട്ട് കാണിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് ക്വിക്ക് പേ എന്ന ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മളുടെ കൺസ്യൂമർ നമ്പർ ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൂന്നാമതായിട്ട് തൊട്ട് താഴെ ബോക്സിൽ കാണുന്ന ടെക്സ്റ്റ് അതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് സബ്മിറ്റ് ടു സീ ദ ബിൽ എന്ന് കൊടുത്താൽ നമ്മുടെ ബില്ലിൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, അതായത് ഡ്യൂ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്യൂ, അല്ലെങ്കിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ബില്ലിലെ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ഡീറ്റെയിൽസ് തൊട്ട് താഴെയായിട്ട് കാണിക്കും. അവിടെ നമ്മുടെ കൺസ്യൂമർ നെയിം ഉണ്ടാവും, ഏത് സെക്ഷൻ ആണെന്നുള്ളത് കാണിക്കുന്നുണ്ടാവും, നമ്മുടെ താരിഫ് കോഡ് ഉണ്ടാവും, ബിൽ എമൗണ്ട് എത്രയാണോ ആ ബിൽ എമൗണ്ട് അവിടെ ഉണ്ടാവും. എൻ്റെ ബില്ല് ഇതുവരെയും വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ബിൽ എമൗണ്ട് കാണിക്കാത്തത്, 0 ആയിട്ട് കിടക്കുന്നത്. തുടർന്ന് ഡ്യൂ എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്യൂ എമൗണ്ട് ഉണ്ടാവും. പിന്നെ എത്രയാണോ നമ്മൾ പേ ചെയ്യേണ്ടത് അത് എൻ്റർ ചെയ്യാനുള്ള ഒരു കോളവും ഉണ്ടാവും. പേയ്മെൻറ്റ് മെത്തേഡ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് താഴെയായിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പേയ്മെൻറ്റ് മെത്തേഡ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിക്കുന്നതാണ്. അതിൽ ഡയറക്റ്റ് ബാങ്ക്സ് എന്നും പറഞ്ഞിട്ട് 5 ബാങ്കുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് ആ 5 ബാങ്കുകൾ ത്രൂ ആണ് നമ്മൾ പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചാർജസ് ഒന്നും വരില്ല. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഗേറ്റ് വേ ഉണ്ട്. ഗേറ്റ് വേ വഴി പേ ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ചാർജസ് ഉണ്ടാവും. UPI പേയ്മെൻറ്റ് വഴിയാണെങ്കിലും ചാർജസ് ഉണ്ടാവില്ല. ഫുൾ ഡീറ്റെയിൽസ് ആ ഒരു ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് പേ ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് പേ ചെയ്യാം. നിങ്ങൾക്ക് സൗകര്യം ഏതാണോ ആ രീതിയിൽ തന്നെ പേ ചെയ്യുക. ട്രാൻസാക്ഷൻ എങ്ങനെയാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഞാനൊരു 100 രൂപയുടെ ഒരു പേയ്മെൻറ്റ് ഇവിടെ നടത്തി കാണിക്കാം. പേയ്മെൻറ്റ് എമൗണ്ട് എന്നുള്ള ഭാഗത്ത് നമ്മൾ 100 രൂപ ടൈപ്പ് ചെയ്തു. തുടർന്ന് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന ടാബാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. മറ്റ് ടാബുകളിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് UPIയിൽ ചാർജ് ഇല്ല, ഇൻ്റർനെറ്റ് ബാങ്കിങ് അതർ ബാങ്ക്സ് എന്നുള്ളതിൽ ചാർജുണ്ട്. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ആണെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ എത്രയാണോ ചാർജ് ആ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും. നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൽ ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കസ്റ്റമർ ആയതുകൊണ്ട് ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സെലക്ട് ചെയ്യുന്നു. പേ നൗ ക്ലിക്ക് ചെയ്താൽ ബാങ്കിൻ്റെ പേജിലേക്ക് പോകും. ബാങ്കിൻ്റെ പേജിൽ നിങ്ങൾ യൂസർ ID എൻ്റർ ചെയ്യുക. തൊട്ട് താഴെയായിട്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുക. മൂന്നാമതായിട്ട് സെക്യൂരിറ്റി ടെക്സ്റ്റ് ഏതാണോ ആ ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോൾ ബാങ്കിൻ്റെ പേയ്മെൻറ്റ് പേജിലേക്ക് പോകും. അവിടെ എമൗണ്ട് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തി കണ്ടിന്യൂ കൊടുക്കുമ്പോൾ OTP ചോദിക്കുന്നതാണ്. OTP നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരും. ആ OTP അവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൺഫർമേഷൻ കാണിക്കുന്നതാണ്. പേയ്മെൻറ്റ് സക്സസ് ആയാൽ ഉടൻ തന്നെ KSEBയുടെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്തിട്ട് പോകും. അവിടെ ആ സൈറ്റിൽ കൺഫർമേഷൻ നമ്മുടെ റെസിപ്റ്റ് കാണിക്കുന്നതാണ്. അത് പ്രിൻ്റ് എടുക്കേണ്ടവർക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം, അല്ലാത്തവർക്ക് ഹോം പേജിലേക്ക് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ബാങ്ക് പേയ്മെൻറ്റുകൾ നടത്തുന്ന വെബ്സൈറ്റുകൾ സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ പേയ്മെൻറ്റുകൾ നടത്താൻ. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.